നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ വളരെ എന്താ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു അസൂയയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ് സാൻഡ്ര ആൻഡ് വിജയ് ബാബു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഈയിടെയായിട്ട് വി കെയിം അക്രോസ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ സാൻഡ്രയുടെ അടുത്തുനിന്ന് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? കാരണം നിങ്ങളെ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ചല്ലാതെ കണ്ടിട്ടേ ഇല്ല. നമുക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വാവ് പാർട്ട്ണർഷിപ്പാണ്. മലയാളം ഇൻഡസ്ട്രിക്ക് ഇറ്റ്സ് എ ഹ്യൂജ് എന്താ പറയുക ഗിഫ്റ്റ് യു ഗൈസ്. അല്ല, അത് ഞങ്ങൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള രണ്ടുപേരാണ്. എല്ലാ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഒന്നും ആവത്തില്ല. ഇത്രയൊന്നും നമുക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യത്തിലും വഴക്ക് പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് എന്താ സംബന്ധിച്ചത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാർ ഇടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനും പറ്റാണ്ടായി പോയി. തെറ്റിദ്ധാരണ ഒരു റീസൺ ആയിരിക്കാം അങ്ങനെ വന്നത്. പക്ഷെ എന്താണെങ്കിലും കുറച്ച് സംഭവം കൈവിട്ടു പോയി. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ ഈ മീഡിയയിൽ കണ്ടതും ന്യൂസിൽ കണ്ട പോലെ ഒന്നുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചു കൂടുതൽ ഒരുമാതിരി എന്താ പറയാ ഒരുപാട് കഥകൾ, എല്ലാവരും അവരവരുടേതായ കഥകളൊക്കെ ഒരുപാട് പേര്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആർക്കും ഒന്ന് കേൾക്കാൻ ഒരു ചാൻസ് പോലും കിട്ടിയില്ല. നമ്മള് ബൈറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അഭിപ്രായം കേൾക്കാതിരിക്കുമ്പോൾ അവർ അവരുടേതായ കഥകൾ ഉണ്ടാക്കുമായിരുന്നു എല്ലാവരും. അപ്പൊ അതൊക്കെ കുറച്ച് വിഷമം വന്നു. ബിക്കോസ് ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇത്ര ആയത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ഒരാളായിരുന്നിട്ട് പോലും ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ മുഴുവൻ എല്ലാവരും നെഗറ്റീവൊക്കെ പറയുന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാര്യം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളോ ഒന്നും എവിടെയുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് എല്ലാവർക്കും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇതിപ്പം വിജയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മൾ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഇൻഫാക്ട് ഞങ്ങൾക്ക് ആക്ച്വലി നിങ്ങളെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് കാണുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ഇനി എത്ര നല്ല സിനിമകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരാനിരിക്കുന്നു ഇങ്ങനെ. സോ യു നോ വി ഹോപ്പ് തിങ്സ് വർക്ക് ഔട്ട് ബിറ്റ്വീൻ യു ബോത്ത്. അല്ല, ഒരു തെറ്റിദ്ധാരണ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു, അതിപ്പോൾ മാറി. പക്ഷെ ഞാൻ സിനിമയിൽ നിന്ന് തൽക്കാലം ഒരു ഗ്യാപ്പ് എടുക്കുകയാണ്. ഇപ്പം കുറച്ച് ഇപ്പൊ കണ്ടില്ലേ നിലമ്പൂരും കൃഷിയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ഓരോ സമയത്ത് നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പൊ എനിക്ക് ഇതൊക്കെ ചെയ്യാനും ഇങ്ങനെ ഒരു കുറച്ച് ഒതുങ്ങി നിൽക്കാനൊക്കെയാണ് ഇപ്പൊ താല്പര്യം. ഇത്രയും നാള് ആ സിനിമയും ഫെയിമും ആളുകളും പോപ്പുലാരിറ്റി സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ വരുന്ന ഭരണി പോലെ ഈ കാണുന്നത് മുഴുവൻ നമ്മൾ മസിലാന്ന് വിചാരിക്കും. പക്ഷെ അത് മസിലല്ല, അത് സ്ട്രെസ്സാണ്. അപ്പൊ ഇനി ഈ സ്ട്രെസ്സൊക്കെ എങ്ങനെ എടുത്ത് കളഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് സാൻഡ്ര വീണ്ടും ഒരു റീ എൻട്രി കുറച്ച് ഞാനൊന്ന് നിലമ്പൂരൊക്കെ നിന്ന് ഇവിടെയൊക്കെ കുറച്ച്. ആക്ച്വലി എല്ലാ ആർട്ടിസ്റ്റുകളും ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് ഫ്രഷൻ അപ്പായി പുതിയ പുതിയ എന്താ ഐഡിയാസും പുതിയ പുതിയ തീമുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് തരാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ഓൾവേസ് ടേക്ക് എ ബ്രേക്ക്. അല്ലെ, ഒരു റിഫ്രഷ്മെന്റ് പീരിയഡ് എല്ലാവർക്കും ആവശ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്നാല് ഇത് കണ്ടോ സ്ട്രെസ് ഉണ്ടോ പാവക്കുട്ടി.